ഗോപാലകൃഷ്ണന്റെ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള സിനിമ ചെയ്യാൻ വരുമ്പോൾ അവർക്ക് പരിശീലനമാണ് ആദ്യം നൽകേണ്ടത്. ഇതിലേറ്റവും കൗതുകം തോന്നുന്നത് ഇവരൊക്കെയാണ് സ്ത്രീകൾക്കും ദളിത വിഭാഗങ്ങൾക്കുമൊക്കെ വേണ്ടി വാദോരാതെ സംസാരിക്കുന്നത് എന്നാണ് പലപ്പോഴും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ചില സാഹചര്യങ്ങളിൽ അവരുടെ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് വരുന്നത് കാണുന്നത് എത്രമാത്രം വൈരുദ്ധ്യാത്മകമാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. ഒട്ടും ശരിയായൊരു പ്രവണതയല്ല അദ്ദേഹത്തിൻ്റെ പരാമർശം. ഏത് സാഹചര്യത്തിൽ എങ്ങനെ എന്നുള്ളത് ചർച്ച ചെയ്യുന്നതിന് പകരം ആ പരാമർശം സമൂഹത്തിലുണ്ടാക്കുന്ന അനുരണനങ്ങളാണ് പ്രധാനം. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. മന്ത്രി സജി ചെറിയാനും ഇപ്പോൾ MLA മുകേഷും ഈ പ്രസ്താവന ന്യായീകരിച്ചിട്ടുണ്ട്. അതായത് സതുദ്ദേശത്തോടു കൂടിയായിരുന്നു പരാമർശം എന്ന രീതി. സ്വാഭാവികമാണ്. അവരത് ന്യായീകരിച്ചില്ലെങ്കിലാണ് അത്ഭുതം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാർ അറസ്റ്റിലായ സംഭവത്തിൽ ഇപ്പോൾ FIR റദ്ദാക്കിയിട്ടില്ല. ഒരു ജാമ്യം ലഭിച്ചു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റും അതിൽ പോലീസും സ്വീകരിച്ച നടപടി എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഛത്തീസ്ഗഡ് വിഷയത്തിൽ ആധികാരികമായി തന്നെയുള്ള പ്രതികരണം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ തന്നെ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ ജോർജ് കുര്യൻ, ന്യൂനപക്ഷ കാര്യം കൂടി കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം അതിനെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് എനിക്കതിനെക്കുറിച്ചൊന്നും പറയാൻ